ഹെൽത്തി ബെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കല. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ നമ്മുടെ വെൽനസ് സെൻറ്ററിൻ്റെ 1ാം വാർഷികാഘോഷത്തിൻ്റെ ചെറിയ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിരുന്നു അന്ന്. അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളുമാണ് പങ്കുവയ്ക്കുന്നത്. നമുക്ക് നേരെ വിശേഷങ്ങളിലേക്ക് പോകാം. പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ്. കഴിഞ്ഞ 15 വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രിയങ്കരിയായ ഡോക്ടറാണ് ഡോക്ടർ ശ്രീകല. മുടവമുകൾ കേശവദേവ് റോഡിലും പൂജപ്പുര കൃഷ്ണ ടവറിലും പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ ശ്രീകലയുടെ ക്ലിനിക്കുകൾ കൂടുതൽ വിപുലീകരിച്ച് ആധുനിക സൗകര്യങ്ങളോട് കൂടെ കൂടുതൽ സേവനങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇവിടെ ഡോക്ടർ കലാസ് വെൽനസ് സെന്റർ എന്ന പേരിൽ ഈ കലാനിലയം ബിൽഡിംഗിൽ ഇന്ന് ആരംഭം കുറിക്കുന്നത്. ഒരുപാട് സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഉണ്ട്, ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, വിമൻ ആൻഡ് ചൈൽഡ് കെയർ, അതുപോലെ സ്കിൻ, ഫേസ്, ഹെയർ കെയർ, അലർജീസ് ആൻഡ് ആസ്മ, അതുപോലെ സൈക്കോളജിക്കൽ പ്രോബ്ലംസിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ, കൗൺസിലിംഗ്, ആർത്തറൈറ്റിസ്, തൈറോയിഡ്, യോഗ, അതുപോലെ ഹോമിയോപ്പതിക് ഫാർമസി, അങ്ങനെ ഒരുപാട് സേവനങ്ങളാണ് ഒരു കുടക്കീഴിൽ ഡോക്ടർ ശ്രീകലയുടെ നേതൃത്വത്തിൽ ഈ ഡോക്ടർ കലാസ് വെൽനസ് സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് സമയം കളയാതെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഡോക്ടർ കലാസ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനത്തിലേക്ക് കിടക്കാം. അതിനായി നമ്മുടെ ആദരണീയായ വിശിഷ്ടാതിഥി പൂയം തിരുനാൾ ഗൗരി പാർവതിബായ് തമ്പുരാട്ടിയും ഡോക്ടർ ശ്രീകലയെയും കുടുംബത്തെയും സ്വാഗതം ചെയ്യുന്നു. ഒരു വലിയ ലിസ്റ്റ് വായിച്ചു. ഇവിടെ ഉള്ള ഫെസിലിറ്റീസ്, ഇതിനെല്ലാത്തിനുള്ള ആളുകളുണ്ട്. നമുക്ക് പരിചയമുള്ള ആളുകൾക്ക് ഇത് ഏതെങ്കിലും ഒന്നെങ്കിലും കാണും. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർക്ക് കസ്റ്റമേഴ്സിന് യാതൊരു കുറവും കാണില്ല. നല്ല രീതിക്ക് ഹോമിയോപ്പതിയെ പറ്റി പറയുമ്പോൾ ബാക്കി എല്ലാം നോക്കിയിട്ട് ഒരു അവസാനത്തെ കൈയായിട്ടാണ് പലരും ഹോമിയോപ്പതിയെ കാണുന്നത്. ഇപ്പം ഞാൻ തന്നെ അലോപ്പതി, ആയുർവേദം ഇതെല്ലാം കഴിഞ്ഞ് ഹോമിയോപ്പതി കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മധുരമുള്ള ഗുളികയാണ്, അത് സന്തോഷമായി എല്ലാവർക്കും കഴിക്കാൻ. പക്ഷെ പ്രായമായി കഴിഞ്ഞിട്ട് ഞാൻ ഹോമിയോപ്പതി കഴിച്ചത് മൈഗ്രെയിന് വേണ്ടിയാണ്. അത് കഴിച്ചു തുടങ്ങിയത് മംഗലാപുരത്ത് ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഡിസൂസ, അദ്ദേഹമാണ് എനിക്ക് ആദ്യം മരുന്ന് തന്നത്. എന്നിട്ട് അദ്ദേഹം എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്തു, വെറും ഗുളിക തരികയല്ല, ഒരു പ്രിസ്ക്രിപ്ഷൻ തന്നു. സോ ഹി സെഡ് യു മസ്റ്റ് നോ വാട്ട് യു ആർ ടേക്കിംഗ്. എന്നെ മുഴുവനും അതിനൊരു പ്രിവെൻറ്റീവായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു. അത് കഴിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ 4 സ്ത്രീകളാണ്, മൈസെൽഫ്, മൈ സിസ്റ്റർ ആൻഡ് 2 ഗേൾസ്. ഞങ്ങളുടെ ഗ്രാൻഡ് ഡോട്ടേഴ്സ് ട്വിൻസ് ഉണ്ട്. ഞങ്ങൾക്ക് 4 പേർക്കും കോവിഡ് വന്നില്ല. തൊട്ടടുത്ത് മൈ ഹസ്ബൻഡ് ഗോട്ട് ഇറ്റ് ട്വൈസ്. ഈ കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വന്നു, അവിടെ നിന്ന് സ്റ്റാഫിന് വന്നു, ഇവർക്കൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് അത് വന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ
കഴിച്ച് ആൻഡ് അത് തന്ന ഡോക്ടർ പറയുകയും ചെയ്തു. എനിക്ക് തന്ന ഡോക്ടർ ഹരികുമാറാണ്. He said we are not giving you a preventive like a vaccine. This is to build up your immunity. നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു പ്രതിരോധ ശക്തി വളർത്തുകയാണ്. അതാണ് ഹോമിയോപ്പതി ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കും അസുഖം വരാതിരിക്കട്ടെ. അഥവാ വരികയാണെങ്കിൽ അത് മാറാനുള്ള സംവിധാനങ്ങളെല്ലാം റെമഡീസ് എല്ലാം ഇവിടെ ഇരിക്കുന്നു. ഡോക്ടർക്ക് എല്ലാവിധമായ ഭാവങ്ങളും നേടുന്നു. ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവിട്ടതിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. വെൽനസ് സെൻറ്ററിനോട് ചേർന്ന് നമുക്കൊരു ഹോമിയോ മെഡിക്കൽ സ്റ്റോർ കൂടിയുണ്ട്. അതിൽ ഒട്ടുമിക്ക ഫേമസ് കമ്പനികളുടെയും മെഡിസിനും ഉണ്ട്. അപ്പോൾ അതിൽ വിൽമർ ഷോബെ ജർമ്മൻ മെഡിസിനുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ മെഡിസിനുണ്ട്, അതിൻ്റെ പേറ്റൻസ് ഉണ്ട്. SBL കമ്പനിയുടെ ഡൈല്യൂഷനും ടീച്ചറും അതുപോലെ പേറ്റൻസും എല്ലാം ഉണ്ട്. പിന്നെ ബാറ്റ്സിൻ്റെ ഉണ്ട്, പിന്നെ ഭാർഗവ, അതുപോലെ സിമിലിയ, വീസാൽ, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ഫോർട്സിൻ്റെയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേറ്റൻസൊക്കെ മെയിനായിട്ടും വരുന്നുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യമുള്ള ഒട്ടുമിക്ക മെഡിസിൻസും ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. കണ്ടില്ലേ, ഓയിൻമെൻറ്റ്സും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ടോണിക്കുകൾ, പൗഡറ്, സോപ്സ്, ക്രീംസ്, അങ്ങനെയുള്ള സാധനമൊക്കെ. പിന്നെ ഇവിടെ നമ്മുടെ മുഖത്ത് തേക്കുന്ന ക്രീമുകളൊക്കെയാണ് ഫെയർനെസ് ക്രീംസ്. അപ്പോൾ അതുണ്ട്, കഫ് സിറപ്പുകൾ, ജെല്ല്, അതുപോലെ ടോണിക്കുകൾ, അയൺ ടോണിക്ക്,
പിന്നെ ലേഹ്യം പോലുള്ള മരുന്നുകൾ കണ്ടില്ലേ, അത് വിശപ്പൊക്കെ ഉണ്ടാകാനുള്ള ലേഹ്യം പോലുള്ള മരുന്നുകൾ. പിന്നെ ഓയിൽസ്, നമുക്ക് മുട്ടുവേദനയൊക്കെ വരുമ്പോഴത്തേക്കിന് എക്സ്റ്റേണൽ ഇടാനുള്ള നല്ല ഓയിൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷൻ താഴോട്ട് നമ്മൾ ചെവിയിലൊഴിക്കുന്ന ഡ്രോപ്സുകളൊക്കെ ഉണ്ട്, ഇയർ പെയിനൊക്കെ വരുമ്പോഴത്തേക്കിന് അങ്ങനെയുള്ള ഐ ഡ്രോപ്സ് ഉണ്ട്. നമുക്ക് പലതരത്തിലുള്ള കാറ്ററാക്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുപയോഗിക്കുന്ന ഐ ഡ്രോപ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഐ ഡ്രോപ്സ് പല കമ്പനിയുടെ ഉണ്ട്. ഇവിടെ നമ്മുടെ വെൽനസ് സെൻ്ററിൻ്റെ 1ാം വാർഷിക ദിനത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ ക്ലിനിക്കിലും അതുപോലെ തന്നെ നമ്മുടെ പാർലറിലും അതുപോലെ നമ്മുടെ യോഗ സെൻറ്ററിലും മസാജ് സെൻറ്ററിലുമൊക്കെ എത്തി പൂർണ്ണമായ സഹകരണം കാണിച്ച നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഞാൻ കുറേ വർഷം, അതായത് 20 വർഷത്തിനോടടുപ്പിച്ച് ഈ പൂജപ്പുരയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടത്തക്ക വിധം സെറ്റ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമാണ് നമ്മളിവിടേക്ക് മാറിയത്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ വന്നുകൊണ്ടിരുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ പൂർണ്ണമായ സന്തോഷത്തോടെയും നല്ല മനസ്സോടും കൂടി ഇത് ഏറ്റെടുത്ത് ഇവിടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് ഞാനൊരു പ്രത്യേകം നന്ദി എടുത്ത് പറയണ്ട. കാരണം നിങ്ങളുടെ ഓരോ സർവീസ് ഞാൻ കൂടുതൽ പ്രൊവൈഡ് ചെയ്ത് തന്നെങ്കിലും അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായി. അപ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ട് അതിനെ അത് മനസ്സിലേക്ക് എടുത്ത് എത്തിച്ചേർന്ന് ഇതിനെ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ തുടർന്നും ഈ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. അപ്പം നമ്മുടെ രാജ്യത്താകെ ഈ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ യോഗ സെൻറ്ററിലും ഇന്ന് അതിൻ്റെ സെലിബ്രേഷൻസ് നടക്കുകയാണ്. അപ്പം നമുക്ക് അതിനും കൂടാം. അപ്പം യോഗ എന്തുകൊണ്ടും നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്നത്തെ നമ്മുടെ ഈ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ഒക്കെ നമ്മളുടെ ചുറ്റിനും ഒരുപാട് രോഗങ്ങൾ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. അത് മിക്ക ആൾക്കാർക്കും ഫാറ്റി ലിവറുണ്ട്, അതുപോലെ കിഡ്നി ഡിസീസ്, അതുപോലെ ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷന്, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ. അപ്പം അത് ഏജ് നോക്കാതെ ഇപ്പോൾ ഇത്തരം അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇത്തിരി മിഡിൽ ഏജൊക്കെ കഴിയുമ്പോഴായിരുന്നു ഇതൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അതിന് യോഗ നമ്മളെ സഹായിക്കും. യോഗ മെയിനായിട്ടും 5 പോയിൻറ്റ്സാണ് പോയിൻ്റ് ഔട്ട് ചെയ്ത് നമുക്ക് തരുന്നത്. ശരിക്കും അതിന് പ്രോപ്പർ എക്സസൈസ്, പ്രോപ്പർ ബ്രീത്തിങ്, പ്രോപ്പർ റിലാക്സേഷൻ, പ്രോപ്പർ ഫുഡ് ആൻഡ് പ്രോപ്പർ മെഡിറ്റേഷൻ ആൻഡ് പിന്നെ പോസിറ്റീവ് തിങ്കിങ്, അതായത് ധ്യാനം. അപ്പം യോഗ നമുക്ക് തരുന്നത് സ്പിരിച്വലി, മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉള്ള ഒരു ഹെൽത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഫോളോ ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, പ്രോപ്പർ ഡയറ്റ്, അതായത് വിഷരഹിതമായ ആഹാരം. അപ്പം നമ്മുടെ വെൽനസ് സെൻ്ററിനോട് ചേർന്ന് തന്നെ ഇത്തരം വിഷരഹിതമായ ഒരു ആഹാരത്തിൻ്റെ ചെറിയൊരു യൂണിറ്റ് കൂടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതായത് സമ്പൂർണ്ണ ആരോഗ്യമാണ് നമ്മൾ എയിം ചെയ്യുന്നത്. ഭാവിയിൽ നമ്മളിത് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ മാക്സിമം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. കെമിക്കലടങ്ങിയ ഭക്ഷണ സാധനങ്ങളും മറ്റ് പ്രശ്നങ്ങളും കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയത്തില്ലേ, ആഹാരമാണ് ഔഷധം. കാരണം നമ്മൾ പുറമേ എന്തെല്ലാം ചെയ്താൽ, കുറേ ബ്യൂട്ടി പ്രോഡക്ട്സ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, അങ്ങനെയെല്ലാം ശ്രദ്ധിച്ചാൽ നമ്മൾ ഇൻറ്റേർണലി എടുക്കുന്ന ആഹാരം, അതായത് നമുക്ക് വേണ്ട മൈക്രോ ന്യൂട്രിയൻസും വൈറ്റമിൻസും എല്ലാം കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുമാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടി വിഷമില്ലാത്ത നല്ല ആഹാരം സെലക്ട് ചെയ്ത് കഴിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പം നമ്മൾ പ്രോപ്പർ എക്സസൈസും അതുപോലെ തന്നെ മെഡിറ്റേഷനും നല്ല ഭക്ഷണവും കൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇതെല്ലാവരും മനസ്സിലാക്കുക, ഫോളോ ചെയ്യാൻ നോക്കുക. തീർച്ചയായിട്ടും ഇന്നിവിടെ പങ്കെടുത്ത ഓരോരുത്തരോടും ഞാൻ പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്.
നമ്മുടെ സെലിബ്രേഷനിൽ നേരിട്ട് പങ്കെടുത്തും അല്ലാതെയും നമുക്ക് സ്നേഹവും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും തന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാണിച്ച ഈ സഹകരണം മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ വളരെ അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. കാരണം നമ്മുടെ കൊച്ചു സെലിബ്രേഷൻസ്, അപ്പം നമ്മൾ എല്ലാവരും ഇതുപോലെയുള്ള വിശേഷ അവസരങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മളുടെ മാനസിക ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും. അപ്പം നമ്മുടെ മനസ്സ് ആരോഗ്യകരമായിട്ടിരുന്നാൽ നമ്മുടെ ബോഡിയും നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം വളരെ സന്തോഷപൂർവ്വം സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുക. അത് നിങ്ങളുടെ മനസ്സിനും അതുപോലെ നിങ്ങളുടെ ശരീരത്തിനും ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ.